എന്നോട് ലിറ്ററലി ആ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ചികിത്സിക്കാനുള്ള വകുപ്പില്ല. ഞാൻ അവരോട് കാല് പിടിച്ചു പറഞ്ഞു, എനിക്ക് എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യും, പറ്റില്ല എന്ന് എന്താ പറയുക മുഖത്തടിച്ച രീതിയിൽ അവർ പറഞ്ഞു. ഭയങ്കര റൂഡായിട്ട് എന്നോട് സംസാരിച്ചതും അവർ വേറൊരു ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ അവിടെയും പറ്റിയില്ല. എന്തുകൊണ്ട്? നിനക്കൊരു തൊണ്ടവേദനയല്ലേ, നിനക്ക് പനിയല്ലേ? പോയി ഡോക്ടറെ കണ്ട് ടോക്കൺ എടുത്തിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറയാ, ഞാൻ സർജറി ഡിപ്പാർട്ട്മെന്റിന്റെ ആളാണ്, അപ്പുറത്തെ റൂമിൽ പോകണം. എന്നിട്ട് അപ്പുറത്തെ റൂമിൽ പോയപ്പം അവർ പറയുക, നീ ഇവിടെ ജീവിക്കുന്ന ആളല്ലല്ലോ, എനിക്ക് നിന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, എന്നിട്ട് വേറെ ഏതോ ഒരു സ്ഥലത്ത് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊരു ആന്റിബയോട്ടിക് തന്നാൽ മതി, തൊണ്ടയുടെ പ്രശ്നമാണെങ്കിൽ ഇവിടെ ഫാർമസി പോയിട്ട് എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ച് കഴിച്ചാൽ പോരുന്നു. ഞാൻ പറഞ്ഞു അത് കഴിക്കുന്നുണ്ട്, അത് കഴിച്ചാൽ പോവില്ല, അത് ഇൻഫെക്ഷൻ ആയിട്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു പോക്ക് വരാൻ പറ്റും. അവർ വേറെ ഏതോ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു, അതിന്റെ ലൊക്കേഷൻ ഉണ്ട്, നീ അവിടെ പോയി. ഞാൻ കഴിഞ്ഞ ദിവസം യൂറോപ്പിലെ എൻ്റെ അവസ്ഥ, അതായത് യൂറോപ്പിൽ നിന്നും ആശുപത്രിയിൽ പോയപ്പോൾ എന്നെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കിനും കുറേ ആളുകൾ അതിന് വിമർശിച്ചുകൊണ്ടും, സ്വാഭാവികമായിട്ട് വിമർശിച്ചുകൊണ്ടും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ പല രീതിയിൽ വിമർശനങ്ങളും പല രീതിയിലുള്ള സപ്പോർട്ടും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഭൂരിഭാഗം ആളുകളും കമൻറ്റ് ചെയ്തിരുന്നത് നമ്മുടെ നാട്ടിലെ മെഡിക്കൽ സിസ്റ്റം എത്ര മികച്ചതാണ്, പുറത്ത് പല നാട്ടിലും മെഡിക്കൽ സിസ്റ്റം ഭയങ്കര വീക്കാണ്. വീക്കെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട സമയത്ത് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല, നമ്മളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് പലരും പറയുന്ന ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് കറക്റ്റാണ് ബേസിക്കലി. അതിനകത്ത് ഒരു കൂട്ടം ഫേസ്ബുക്ക് അമ്മാവന്മാർ, പ്രത്യേകിച്ച് വിദേശങ്ങളിൽ പോയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ താമസിക്കുന്ന ഒരു കൂട്ടം ഫേസ്ബുക്ക് അമ്മാവന്മാർക്കാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ക്രിമികടി എന്ന് പറയുന്നത്. അതായത് അവരുടെയൊക്കെ വാദം എന്ന് പറയുന്നത്, അവർ ജീവിക്കുന്ന യൂറോപ്പ് അല്ലെങ്കിൽ UK, അല്ലെങ്കിൽ പ്രത്യേകിച്ച് യൂറോപ്പിൽ UK-യിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രശ്നം. ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ പോലും നമുക്ക് കൂടുതലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ധാരാളമായിട്ടുണ്ട്. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ്സ് കിട്ടുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് അവിടെ പൈസ കൊടുക്കണമല്ലോ, ഇൻഷുറൻസിൻ്റെ പരിപാടിയാണ്. അവർക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ പനി വന്നാലോ ജലദോഷം വന്നാലോ ആശുപത്രിയിൽ പോകുന്ന പോലെ അവർക്ക് പെട്ടെന്ന് ആശുപത്രിയിൽ പോകാൻ പറ്റത്തില്ല. എമർജൻസി ആയി അതായത് ജീവൻ പോകുന്നുള്ളൊരവസ്ഥയെ മാത്രമേ അവർക്ക് പല സമയത്തും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു കെയർ കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് നിങ്ങളുടെ ടേണിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം, മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ യൂറോപ്പിലും UK-യിലും ഒക്കെയുള്ള ആശുപത്രികളുടെ ഗൂഗിൾ മാപ്പിൽ റിവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അവസ്ഥകൾ കാണാൻ സാധിക്കും. ജസ്റ്റ് ഏതെങ്കിലും ഒരു ആശുപത്രിയുടെ റിവ്യൂ എടുത്ത് നോക്കിക്കും, നിങ്ങൾക്ക് അവരുടെ പ്രോപ്പർ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും. അവിടുത്തെ ജനങ്ങൾ പോലും അതിനെപ്പറ്റി ഫ്രസ്ട്രേറ്റഡ് ആണ്. പല സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ഫോറിനർ നമ്മുടെ നാട്ടിൽ വരുന്നു, അയാൾക്ക് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അയാൾ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട് ഓഫ് കോഴ്സ്, പക്ഷേ അയാൾ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുന്നു. അയാളോട് പറയാണ്, നിങ്ങൾ ഇവിടെ നമ്മൾ ഡിസ്കൗണ്ടഡ് ചികിത്സയാണ്, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഇവിടെ ട്രീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് അങ്ങനെ ഇറക്കി വിടില്ല, 100% ഉറപ്പാണ്. അങ്ങനെ പറഞ്ഞ് അയാളെ ഇറക്കി വിട്ടാൽ അയാൾ എന്തായിരിക്കും ആ രാജ്യത്തെ പറ്റി ചിന്തിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ അവസ്ഥയാണ് ബേസിക്കലി എനിക്കുണ്ടായത്. എന്നോട് ലിറ്ററലി ആ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ചികിത്സിക്കാനുള്ള വകുപ്പില്ല. ഞാൻ അവരോട് കാല് പിടിച്ചു പറഞ്ഞു, എനിക്ക് എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യും, പറ്റില്ല എന്ന് എന്താ പറയുക മുഖത്തടിച്ച രീതിയിൽ അവർ പറഞ്ഞു. ഭയങ്കര റൂഡായിട്ട് എന്നോട് സംസാരിച്ചതും അവർ വേറൊരു ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ അവിടെയും പറ്റിയില്ല. സോ അതാണ് ബേസിക്കലി നമ്മൾ അവിടെ പോയിട്ട് എമർജൻസിയിൽ വെയിറ്റ് ചെയ്ത് കാത്തിട്ട് നിൽക്കണം. എന്തുകൊണ്ട്? നിനക്കൊരു തൊണ്ടവേദനയല്ലേ, നിനക്ക് പനിയല്ലേ, ഇത് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താൽ മാറില്ലേ എന്നൊക്കെ പല ആൾക്കാരും ചോദിച്ചു. യെസ്, മാറുമായിരിക്കാം. സ്വാഭാവികമായിട്ട് തൊണ്ടയ്ക്കൊക്കെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ യാതൊരുവിധ മരുന്നും കഴിക്കാതെ ചിലപ്പം 10-15 ദിവസം 1-2 ആഴ്ച കൊണ്ട് മാറുമായിരിക്കാം. പക്ഷേ എത്ര എന്ന് പറഞ്ഞ് ഞാൻ സുജിത് ഭക്തൻ. അപ്പൊ ഈ സുജിത് ഭക്തൻ എന്ന് പറയുന്ന അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫേമസ് ആയിട്ടുള്ള ട്രാവൽ വ്ളോഗറാണ്. അപ്പൊ പുള്ളിക്കാരൻ അത്യാവശ്യം കുറെ നാളായിട്ട് ഈ ഒരു ഫീൽഡിനകത്തുള്ളതാണ്. അപ്പൊ ഈ പുള്ളി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബറാണ്. ഈ യൂട്യൂബർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാനാണെങ്കിലും ഇപ്പൊ നമ്മളൊക്കെ ഈ സംസാരം കൊണ്ട് പിടിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ സംസാരം എന്ന് പറയുമ്പോൾ ഈ തൊണ്ട പോയി കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞ്. അപ്പൊ ഈ നമ്മുടെ സുജിത് ഭക്തൻ ഇപ്പൊ ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ട് പുള്ളിക്കാരൻ യൂറോപ്പിനകത്ത് ട്രിപ്പ് പോയപ്പോഴാണ് ഈ ഒരു പണി കിട്ടിയത്. എന്നിട്ട് പുള്ളി ഹോസ്പിറ്റലിൽ പോയപ്പോൾ പുള്ളിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ആണ് പുള്ളി പറഞ്ഞത്. അപ്പൊ എന്ത് അവസ്ഥയാണെന്ന് നോക്കണേ. അതായത് നമുക്ക് ബേസിക് ആയിട്ട് ഏതൊരു രാജ്യത്താണെങ്കിലും കിട്ടേണ്ട കാര്യമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴുള്ള സർവീസും കാര്യങ്ങളൊക്കെ. ആ ഒരു സർവീസ് പോലും ഇപ്പൊ ഈ യൂറോപ്പ് പോലത്തെ വലിയ സ്ഥലത്തൊക്കെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊരവസ്ഥയാണ്. ഇപ്പൊ നമ്മുടെ ഇവിടത്തെ ഇതിനെയൊക്കെ പലരും കുറ്റം പറയാറുണ്ട്. ഇപ്പൊ എനിക്കാണെങ്കിലും ഞാൻ ഒരിക്കലും പറയില്ല നമ്മുടെ ഇവിടത്തൊക്കെ ഭയങ്കര സെറ്റപ്പ്, അതായത് സെറ്റ് ഹോസ്പിറ്റൽ സർവീസ് അങ്ങനത്തെ ഒന്നും ഞാൻ പറയില്ല. പക്ഷേ നമുക്ക് ബേസിക് ആയിട്ടുള്ള കിട്ടേണ്ട നമുക്ക് ചികിത്സകൾ കിട്ടാറുണ്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ. പക്ഷെ അതുപോലും പുറം രാജ്യങ്ങളിൽ കിട്ടുന്നില്ല എന്നാണ് നമുക്ക് ഇത് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിനകത്ത് എനിക്കിപ്പോ നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലുകളോടൊക്കെ ഒരു വലിയൊരു ഇത് തന്നെ ഉണ്ട്. കാര്യം നമ്മൾക്ക് ബേസിക് ആയിട്ട് ഇപ്പൊ പുറം രാജ്യത്തു നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു അയാളിപ്പോ ഒരു മനുഷ്യനാണെന്നുള്ള കൺസിഡറേഷൻ വെച്ചിട്ടാണ് അതിപ്പോ ആരാണെങ്കിലും ഇപ്പൊ നമ്മുടെ ഇവിടത്തേക്ക് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പെരുമാറുന്നത്. പക്ഷെ അവിടെ ആ ഒരു പരിഗണന പോലും അവർ തരുന്നില്ല എന്നാണ് നമുക്ക് ഇതിൽ
മനസ്സിലാവുന്നത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ഈ വീഡിയോയുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക്